വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് വോട്ട് ചെയ്തതിന് കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളി ലീഗ് സ്വതന്ത്രനായിരുന്ന ജാഫർ. തന്റേത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്നും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നുമാണ് ജാഫറിന്റെ വാദം. സംഭവത്തിൽ വിജിലൻസിന് അനിലക്കര പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് ജാഫർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ UDFും LDFും തുല്യനില പാലിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഫർ തെറ്റി വോട്ട് ചെയ്തതോടെയാണ് LDFിലെ നബീസ ജയിച്ചു കയറിയത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ വോട്ട് ചെയ്തതുമില്ല. ഇത് കോഴ വാങ്ങിയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിന് തെളിവായി വരവൂർ മണ്ഡലം പ്രസിഡന്റുമായുള്ള ജാഫറിന്റെ ഫോൺ സംഭാഷണവും കോൺഗ്രസ് പുറത്തുവിട്ടു. എന്നാൽ സൗഹൃദ സംഭാഷണം മാത്രമാണെന്ന ബലമില്ലാത്ത വാദമാണ് ജാഫറിന്റേത്. ഞാൻ ഒരാളിൽ നിന്നും 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വെങ്കിടെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ജാഫറിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. ബൈക്കിൽ രക്ഷപ്പെട്ട ജാഫർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അതിനിടയിലാണ് വെങ്കിടങ്ങൾ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ജാഫറിനെ ഇവർ കാണുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്തയാളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പരസ്യമായി കോഴ വാഗ്ദാനം ചെയ്തു എന്ന് ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ആ അംഗം ശ്രീ ജാഫർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജാഫറിന് CPM നേതാവ് ബാബു സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഓഡിയോ സന്ദേശവും ഇതിനിടെ പുറത്തു വന്നു. ജാഫറെ, ഞാൻ ബാബുവാണ് വരുന്നത്. ഞാൻ കുറെ ഉച്ചയ്ക്ക് മുതൽ തന്നെ വിളിച്ചു തുടങ്ങിയതാണ്. എന്താ പറയുക, നീ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അവരെന്തെങ്കിലും പ്രതിഷേധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടു. വേറെ ഒന്നും കേട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് വിളിച്ച് വിവരം തരാം കേട്ടോ. വടക്കാഞ്ചേരി MLA സേവിയർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കോഴ ഇടപാട് എന്നാരോപിച്ച് അനിലക്കര രംഗത്തെത്തി. ഇതിനിടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറ്റത്തൂർ വിഷയത്തോടൊപ്പം വടക്കാഞ്ചേരി കോഴ ആരോപണവും ആളിക്കത്തുമെന്ന് ഉറപ്പ്. മീഡിയ 1 തൃശൂർ.